നമ്മൾ ഇന്ന് ഗുഡ് ഫ്രൈഡേയുടെ നമ്മുടെ നാഥനായ യേശുവിൻ്റെ ക്രൂശിലെ ഈ യാഗത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന നാളുകളാണല്ലോ. അപ്പം യേശുവിൻ്റെ യാഗബലി, യേശു ഈ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ തന്നെ പൂർണ്ണമായി അർപ്പിക്കപ്പെട്ടു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകന്മാരുടെ വിഭാഗം യേശുവിൻ്റെ ക്രൂശ് യാത്രയെക്കുറിച്ചുള്ള പറ്റി പ്രസിദ്ധീകരിച്ച ചില വിവരങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അപ്പം യേശു വഹിച്ച ക്രൂശിന്റെ ഭാരം 150 കിലോ ഭാരമായിരുന്നു. 8 അടി വീതിയായിരുന്നു, 15 അടി നീളമായിരുന്നു യേശുവിന്റെ ക്രൂശിന്റെ ഭാരം. പലപ്പോഴും യേശു പലയിടത്തും വീണതായിട്ട് നമ്മൾ കേട്ടല്ലോ, നമ്മൾ വചനത്തിൽ വായിക്കുന്നു. അപ്പം ഇത്രയും ഭാരം താങ്ങിക്കൊണ്ടാണ് യേശു ഗൊൽഗോഥായിലേക്ക് പോയത്. അവന്റെ കൈകളെയും കാലുകളെയും അടിച്ച ആണിയിൽ 3/4 ഇഞ്ച് കനമുള്ളതും 8 ഇഞ്ച് നീളമുള്ള ആണികളായിരുന്നെന്ന് പറയപ്പെടുന്നു. അതേപോലെ യേശുവിൻ്റെ ഹൈറ്റ്, യേശുവിൻ്റെ പൊക്കം 5 അടി 11 ഇഞ്ചും അവൻ്റെ ഭാരം 85 കിലോ ഭാരമായിരുന്നു. 85 കിലോയായിരുന്നു യേശുവിൻ്റെ ഭാരം അവൻ ക്രൂശ് വഹിക്കാൻ പോകുന്ന ടൈമുകളിൽ. അതേപോലെ യേശു അവൻ്റെ കാൽവറിയിൽ പീഡാ വിവരങ്ങളെക്കുറിച്ചും അവര് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ യേശു 3 പ്രാവശ്യം ഭാരമേറിയ ആ 150 കിലോ ഭാരമുള്ള കുരിശും തൻ്റെ തോളിൽ താങ്ങിക്കൊണ്ട് അവൻ ഗാഗുൽത്തായിലേക്ക് പോകുന്ന വഴിയിൽ പലപ്പോഴും വീണുപോയി. രണ്ടാമത്തെ പോയിന്റ് എന്തെന്ന് വെച്ചാൽ, ക്രൂരമായ പീഡാസഹനങ്ങൾ അവൻ അനുഭവിച്ചു. 17 മണിക്കൂർ അവൻ ദാഹത്താൽ വലഞ്ഞു. അപ്പം ഇതൊക്കെ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമ്മൾ വചനം വായിക്കുമ്പോൾ അവൻ എന്തുമാത്രം വേദന സഹിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ ശരീരത്തിലെ ആകെ 5480 അടികൾ, മുറിവുകൾ ഉണ്ടായിരുന്നു. 5480 മുറിവുകൾ യേശുവിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. അവൻ്റെ ചമ്മട്ടി അടിയേറ്റ് അവൻ്റെ മുതുക് 150 ആഴമുള്ള മുറിവുകൾ അവൻ്റെ മുതുകിലുണ്ടായിരുന്നു. മുൾമുടി ചാർത്തപ്പെട്ടു. മുൾമുടി അവൻ്റെ ശിരസിൽ ചാർത്തിയെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അതിൽ 17 മുള്ളുകൾ, അത് എത്രയും നീളമുള്ള മുള്ളുകളാ. ആ 17 മുള്ളുകൾ അവൻ്റെ തലയിൽ, അവൻ്റെ ശിരസിൽ തറച്ചു കയറിയിരുന്നു. 17 മുള്ളുകൾ തറച്ചു കയറിയിരുന്നു. അവൻ എന്തുമാത്രം വേദന സഹിച്ചിരിക്കും. ആ പീഡാസഹന വേളയിൽ യേശുവിൻ്റെ ശരീരത്തിൽ നിന്നും, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 6 ലിറ്റർ ബ്ലഡ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആ 6.5 ലിറ്റർ ബ്ലഡും ശരീരത്തിൽ നിന്ന് വാർന്നു പോയി. ഗാഗുൽത്തായിലേക്ക് പോകുമ്പോൾ അവൻ ക്രൂശും വഹിച്ചുകൊണ്ടുള്ള യാത്രയും അവന്റെ പീഡാസഹന വേളയിൽ മൊത്തം അവൻ 350 പടയാളികളും 50 കുതിരപ്പടയാളികളുമാണ് അവനെ അനുഗമിച്ചത്. അവര് ആ ഗൊൽഗോഥായിൽ പോകുന്നത് വരെ പ്രഹരങ്ങളും അടികളും അവനെ ഏൽപ്പിച്ചുകൊണ്ടിരുന്നു. ജൂതന്മാരുടെ കലണ്ടർ പ്രകാരം യേശു മരിച്ചത് ഏപ്രിൽ 7 BC 30 യേശുവിൻ്റെ ക്രൂശിൽ എഴുതപ്പെട്ട ഒരു വാക്കുണ്ട്. അത് REXO. ഇതിനർത്ഥം യേശു
നസ്രയന്മാരുടെ ദൈവമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു മനുഷ്യർക്ക് വേണ്ടി അവൻ എന്തുമാത്രം സഹനങ്ങളിലൂടെയും പീഡകളിലൂടെയും കടന്നു പോയിരിക്കുന്നു. നമ്മൾ ബൈബിൾ എടുത്തിട്ട് നമ്മൾ എല്ലാവരും ഒന്നിച്ച് വായിക്കാം. മാർക്ക് 15-ാം അധ്യായം 21 മുതൽ 32 വരെയുള്ള വചനങ്ങളെടുത്ത് നമ്മൾക്ക് എല്ലാവർക്കും ചേർന്ന് വായിക്കാം. വായിച്ചിട്ട് നമ്മൾ ധ്യാനിക്കാം. അലക്സാണ്ടറിന്റെയും റൂപ്പാസിന്റെയും പിതാവായ കീറാനക്കാരൻ ശിമയോൻ നാട്ടിൻ പുറത്തു നിന്നും വന്ന് അതിലെ കടന്നു പോകുകയായിരുന്നു. യേശുവിന്റെ ക്രൂശ് ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു. തലയോടിടം എന്ന അർത്ഥമുള്ള ഗൊൽഗോഥയിൽ അവർ അവനെ കൊണ്ടുവന്നു. മീറ കലർത്തിയ വീഞ്ഞ് അവർ അവന് കൊടുത്തു. അവൻ അത് കുടിച്ചില്ല. പിന്നീട് അവർ അവനെ ക്രൂശിൽ തറച്ചു. അതിനുശേഷം അവർ അവന്റെ വസ്ത്രങ്ങൾ പാകിച്ച് ഓരോരുത്തരും എടുക്കേണ്ട വീതത്തിന് കുറിയിട്ടു. അവർ അവനെ ക്രൂശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂറായിരുന്നു. യഹൂദരുടെ രാജാവെന്ന് അവന്റെ പേരിൽ ഒരു കുറ്റപാത്രവും എഴുതി വച്ചിരുന്നു. അവനോടുകൂടെ 2 കവർച്ചക്കാരെയും അവർ ക്രൂശിൽ തറച്ചു. ഒരുവനെ അവന്റെ വലതുവശത്തും അവരനെ ഇടതുവശത്തും. അതിലെ കടന്നുപോയവർ തലകുലുക്കിക്കൊണ്ട് അവനെ ദൂഷിച്ചു പറഞ്ഞു, ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക. ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക. അതേപോലെ തന്നെ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും പരിഹാസപൂർവ്വം പരസ്പരം പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല. ഞങ്ങൾ കണ്ട് വിശ്വസിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിന്റെ രാജാവായ ക്രിസ്തു ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും അവനെ പരിഹസിച്ചു. നമ്മളെ മാർക്ക് 15-ാം അധ്യായത്തിൽ 21 മുതൽ 32 വരെയുള്ള വചനങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പം യേശു വേദന സഹിച്ചത് മാത്രമല്ല, അവൻ ഒരുപാട് അപമാനിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു ഈ ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി. അപ്പം ക്രൂശിക്കപ്പെട്ട ചരിത്ര സംഭവങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ച വചനങ്ങൾ. അപ്പോൾ അവിടെ പറയുന്നത് യേശു, നമ്മൾ പറഞ്ഞല്ലോ 150 കിലോ ഭാരമുള്ള കുരിശാണെന്ന്. ഈ 150 കിലോ ഭാരമുള്ള കുരിശും അവൻ ചുമന്നു കൊണ്ടുപോയപ്പോൾ, അവൻ ദാഹത്താൽ വലഞ്ഞപ്പോൾ അവൻ എന്തുമാത്രം അവന് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയായിരിക്കും. അവൻ അന്ത്യ അത്താഴം തലേ ദിവസം വൈകുന്നേരമാണല്ലോ അത് കഴിഞ്ഞത്. അതിനുശേഷം അവൻ ഭക്ഷിക്കുകയോ കുടിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അതുകൂടാതെ മാനസികമായ പീഡകളും ഒരുപാട് അവൻ അനുഭവിച്ചിരിക്കും. കാരണം ശിഷ്യന്മാരൊക്കെ ചിതറിപ്പോയി. യേശുവിനെ പിടിക്കുന്ന ടൈമിന് എല്ലാ ശിഷ്യന്മാരും അവന് വിട്ടു പോയി. അവൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പം യേശു ഗൊൽഗോഥായിലേക്ക് കൊണ്ടുപോയപ്പോൾ അവനെ ജീവനോടെ ക്രൂശിൽ തറയ്ക്കണമെന്നായിരുന്നു അന്ന് യഹൂദന്മാർ തീരുമാനിച്ചിരുന്നത്. എന്നാൽ അവൻ ക്ഷീണിച്ചവശനായി മുന്നോട്ട് പോകാൻ കഴിയാതെ അവൻ ബലഹീനനായപ്പോൾ അവിടെ ഒരു ശീമോൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ വഴിയിൽ വെച്ച് കണ്ട് ക്രൂശിനെ ശീമോനെ ചുമക്കുവാൻ വേണ്ടി അവിടെ ഏൽപ്പിക്കുവാണ്. അന്നത്തെ കാലത്തിൽ ക്രൂശ് ചുമക്കുന്നത് കുറ്റവാളികളെ കൊണ്ടിട്ടാണ് അവർ ക്രൂശ് ചുമക്കുന്നത്. അപ്പം യേശുവിനെ അവർ ഒരു കുറ്റവാളിയായിട്ടാണ് പരിഗണിച്ചത്.
അവിടെ നമ്മൾ രണ്ടാമത്തെ വചനം 22-ാമത്തെ അടുത്ത വചനം നമ്മൾ നോക്കുമ്പോൾ യേശുവിനെ ഗൊൽഗൊഥായിലേക്ക് കൊണ്ടുപോകുവാണ്. ഗൊൽഗൊഥായുടെ മറ്റൊരു പേര് തലയോട്ടിയിടം. അപ്പൊ അവനെ അവിടെ കൊണ്ടുപോയി കൊല്ലുവാനാ കൊണ്ടുപോയത്. ക്രൂശിൽ കൊല്ലുന്ന പ്ലേസ് ആയിരുന്നു ആ പ്ലേസ്. പിന്നെ അവന് വീഞ്ഞ് നൽകുന്നു. ആ വീഞ്ഞ് നൽകിയത് എന്തിനാണ്? മീറ കലർത്തിയ വീഞ്ഞു കൊടുക്കുവാണ്. കാരണം ക്രൂശിൽ അടിച്ച വേദന, ഘോരമായ വേദന, അസഹനീയമായ വേദന കൊണ്ട് പിടഞ്ഞപ്പോൾ ആ വേദന കുറയ്ക്കാൻ വേണ്ടി മീറ കലർത്തിയ വീഞ്ഞു കൊടുക്കുന്നത് ആ വേദന കുറയ്ക്കാൻ വേണ്ടിയാണ്. എന്നാൽ യേശു അത് സ്വീകരിച്ചില്ല. ലോകത്തിന്റെ സകല പാവങ്ങളും അവൻ തന്നെ അവൻ ചുമക്കുവാൻ വേണ്ടി ആ വേദന അവൻ മുഴുവനായിട്ട് അവൻ ഏറ്റെടുത്തു. അടുത്ത വചനം നമ്മൾ നോക്കുമ്പോൾ യേശുവിനിവിടെ ക്രൂശിൽ തറയ്ക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, യേശുവിനെ ക്രൂശിൽ തറയ്ക്കുവാൻ വേണ്ടി ആ ആണി 3/4 ഇഞ്ച് കനമുള്ളതും 8 ഇഞ്ച് നീളവുമുള്ള ആണിയാണ് അവിടെ ഉപയോഗിച്ചത്. ആ ആണി ആഞ്ഞടിക്കുമ്പോൾ അവന്റെ നിലവിളി എന്തുമാത്രം, ഘോരമായ വേദന താങ്ങുവാൻ കഴിയാതെ അവൻ എന്തുമാത്രം സഹിച്ചിരിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ലോകത്തിന്റെ പാവങ്ങൾ, മനുഷ്യരുടെ പാവങ്ങളെ ഏറ്റെടുക്കുവാൻ ദൈവപുത്രൻ തന്നെ അവനൊരു പാവം ചെയ്യാത്തവനായിരുന്നു. അവൻ തന്നെ മരണത്തിന് ഒരു ബലിയായി, ഒരു ബലിമൃഗത്തെ പോലെ അവൻ തന്നെ യാഗബലിയായിട്ട് അവൻ തന്നെ അർപ്പിക്കുകയാണ്. മനുഷ്യന്റെ രക്ഷയ്ക്കും മനുഷ്യന്റെ മോചനത്തിനു വേണ്ടി. യേശു അവൻ എപ്പോഴും കരുണയുള്ള ഒരു ദൈവമാണ്. യേശു ഇത് കഴിഞ്ഞപ്പോൾ യേശുവിന്റെ ക്രൂശിന് മുകളിൽ ഒരു വാചകം എഴുതി വെച്ചിരുന്നു. ഇവൻ യഹൂദരുടെ രാജാവാണ്, യഹൂദന്മാരുടെ രാജാവെന്ന വാചകം പരിഹാസപൂർവമാണ് അവിടെ എഴുതി വെച്ചത്. അടുത്ത് 2 കള്ളന്മാരുടെ, നമ്മൾ വായിച്ച 21 മുതൽ 32 വരെ വായിച്ച വചനങ്ങളുടെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. 2 കള്ളന്മാരുടെ നടുവിൽ യേശു ക്രൂശിലൂടെ തറച്ചിരിക്കുകയാണ്. അപ്പൊ 2 കുറ്റവാളികളാണ് 2 സൈഡുമുള്ളത്. യേശുവിനെ അവരൊരു കുറ്റവാളിയെ പോലെ കരുതിയാണ് അവരുടെ നടുവിലേക്ക് അവനും ക്രൂശിൽ കിടന്നത്. അപ്പൊ 2 കുറ്റവാളികളുടെ നടുവിൽ യേശു ഒരു കുറ്റവാളിയെ പോലെ കിടക്കുവാണ്. ഇത് കഴിഞ്ഞിട്ട് അവിടുന്ന് പരിഹാസവും നിന്ദനവും വന്നുകൊണ്ടിരിക്കുകയാണ്. ആരുടെ പരിഹാസവും നിന്ദനവും? ജനങ്ങളും മത നേതാക്കന്മാരും യേശുവിനെ ഇവിടെ പരിഹസിക്കുകയാണ്. ക്രൂശിൽ നിന്ന് നീ ഇറങ്ങി താഴേക്ക് വാ, നിന്നെ രക്ഷിക്കാൻ നിനക്ക് കഴിയില്ലേ എന്ന് പറഞ്ഞ് അവിടെ പരിഹസിക്കുകയാണ്. മത നേതാക്കളും ജനങ്ങളും അവനെ നിന്ദിക്കുകയും അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ അവൻ അനുഭവിച്ച മാനസിക വേദന എന്തുമാത്രമായിരിക്കും. ഒരു സൈഡിൽ കൂടെ ക്രൂശിൽ കിടന്ന ആ ആണിയടിച്ചുള്ള വേദനയും, ക്രൂശിന്മേൽ കിടക്കുന്ന ആ സഹിക്കാൻ കഴിയാത്ത വേദനയിൽ പരിഹാസവും നിന്ദനവും അപമാനവും കൂടെ കാണുമ്പോൾ അവന്റെ ഹൃദയം, അവന്റെ ശരീരം മാത്രമല്ല, അവൻ മാനസികമായിട്ടും വളരെ വേദനപ്പെട്ടു. അപ്പൊ മനുഷ്യർക്കായി യേശു സഹിച്ച പീഡയ്ക്ക് ഒരളവില്ലാതെ പീഡയാണ് യേശു ഇവിടെ സഹിച്ചത്. അവന്റെ ത്യാഗത്തെയാണ്, മനുഷ്യർക്ക് വേണ്ടി അവൻ ഒരു ത്യാഗമായിട്ട് ഇവിടെ മാറുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയിട്ടാണ് അവൻ കഷ്ടപ്പാടും നിന്ദനവും
ക്രൂശിലെ ഈ മരണം വഹിച്ചത് നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ ഓർത്തിട്ടുണ്ടോ? നമ്മളുടെ ദൈവം, അവൻ ദൈവപുത്രനായിരുന്നിട്ടും തന്നെ അവൻ വിട്ടുകൊടുത്തു. ലോകത്തിന്റെ രക്ഷകനായി, ലോകത്തിന്റെ പാപം ഏറ്റെടുത്തവനായി. എബ്രായർ 10-ാം അധ്യായത്തിൽ 17-ാം വചനം പറയുന്നുണ്ട്, അവിടുന്ന് തുടർന്നു, അവരുടെ ദുഷ്പ്രവൃത്തികളും പാവങ്ങളും ഞാൻ ഇനി ഒരിക്കലും ഓർമ്മിക്കുകയില്ലെന്ന്. മനുഷ്യന്റെ പാവങ്ങളും ദുഷ്പ്രവൃത്തികളും ഒരിക്കലും അവൻ ഓർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ നമുക്ക് വേണ്ടി ഒരു ബലിയായി തീർന്നത്, മനുഷ്യരുടെ പാവങ്ങളെ മായ്ച്ചു കളയാൻ വേണ്ടി. യെശയ്യാ 53-ാം അധ്യായത്തിൽ 5-ാം വചനം പറയുന്നുണ്ട്, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ക്രിസ്തുവിന്റെ ക്ഷതങ്ങളാലാണ് മനുഷ്യർ സൗഖ്യം പ്രാപിച്ചത്. മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച്, അവരുടെ മാനസിക വ്യതയെക്കുറിച്ചുമാണ് ദൈവം ഇവിടെ പറയുന്നത്. യേശു മുറിവേറ്റത്, യേശു വേദന സഹിച്ചതും യേശുവിന്റെ തെറ്റുകൊണ്ടല്ല, ലോകത്തിന്റെ പാവങ്ങൾ നീക്കുവാൻ വേണ്ടി വന്ന ദൈവപുത്രൻ ലോകത്തിന്റെ പാവം തന്നിലേക്ക് തന്നെ അവൻ ഏറ്റു, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, നമ്മളുടെ പാവത്തിൽ നിന്നും, മരണത്തിൽ നിന്നും, സാത്താന്റെ പിടിയിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാൻ, ഒരു രക്ഷകനായി മാത്രമല്ല, നമ്മുടെ പാവങ്ങളെ മാറ്റുവാൻ യേശുവിന് മാത്രമേ നമ്മുടെ പാവങ്ങളെ ക്ഷമിക്കുവാൻ കഴിയുള്ളൂ. അവൻ ക്രൂശിൽ അതിനു വേണ്ടിയിട്ടാണ് തന്നെ യാഗമായിട്ട് കൊടുത്തത്. അപ്പൊ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം നമ്മൾ തകർന്നു. മനുഷ്യരുടെ പാവങ്ങൾ കാരണം, നമ്മളുടെ പാവങ്ങൾ കാരണം നമ്മൾ പലപ്പോഴും തകർക്കപ്പെട്ടും വേദനപ്പെട്ടും കണ്ണീര് ഇരിക്കുമ്പോൾ ക്രൂശിലെ ദൈവമായ യേശുവിന്റെ കാൽവരിയിലെ അവന്റെ ബലിയെ ഓർത്ത് യേശുവിന്റെ പാദത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ, യേശു നമ്മൾക്ക് രക്ഷകനായി, നമ്മുടെ പാവങ്ങളെ ക്ഷമിക്കുന്ന ദൈവപുത്രനായി അവിടെ ഇരിക്കുകയാണ്. നമ്മുടെ പാവങ്ങൾ ഒരിക്കൽ അവൻ ഓർക്കാതെ നമ്മുടെ പാവങ്ങളെല്ലാം അവൻ അകറ്റിക്കളയുന്നു. അപ്പൊ ദൈവവും മനുഷ്യരും തമ്മിലുള്ള ഒരു സമാധാനത്തിന്റെ പുനർസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് യേശു അത് ചെയ്തത്. കാരണം യേശു ക്രൂശിലെ മരണത്തിന് മുൻപ് മനുഷ്യരും ദൈവവും തമ്മിൽ വളരെ അകൽച്ചയായിരുന്നു. ആ അകൽച്ചയെ മാറ്റുവാനും ദൈവത്തോട് ഒന്നായിട്ട് മാറുവാനും, മനുഷ്യൻ പാപിയായിരുന്ന ദൈവത്തോട് ചേരാൻ പറ്റത്തില്ല. അവന്റെ പാവങ്ങളെ അകറ്റിക്കൊണ്ട്, അവരെ പാവങ്ങളെ കഴുകിക്കൊണ്ട് ദൈവപുത്രൻ തന്നെ സമർപ്പിച്ചത് മനുഷ്യരും ദൈവവുമായിട്ട് ഒരു സമാധാന ഉടമ്പടിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അവന്റെ അടിപ്പിണരുകളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചെന്ന് ഇരിക്കുന്നു. അവന്റെ അടിപ്പിണരുകൾ, അവന്റെ മുറിവുകളാൽ നമ്മുടെ ഹൃദയത്തിന്റെ വേദനകൾ, ഹൃദയത്തിന്റെ ദുഃഖം, ഹൃദയത്തിലെ ഭാരം, നമ്മുടെ മാനസികമായ മുറിവുകൾ ഒത്തിരി ഉണ്ട്. മാനസികമായി പല മുറിവുകളും, പുറത്ത് പറയാത്ത പല മുറിവുകളും പല വ്യക്തികൾക്കും ഹൃദയത്തിലുണ്ട്. ആ മുറിവുകളെ അവന്റെ രക്തത്താൽ, അവൻ ചിന്തപ്പെട്ട ക്രൂശിലെ വിജയത്താൽ ആ മുറിവുകൾക്ക് ഒരു മോചനം നമ്മൾക്ക് ഉണ്ട്. അപ്പൊ ആ മുറിവ് മാത്രമല്ല, നമ്മുടെ രോഗത്തിന്റെ ശക്തികൾ, നമ്മൾക്ക് വിരോധമായി ഇരിക്കുന്ന രോഗത്തിന്റെ ശക്തികൾ, മാനസികമായ മുറിവ് മാത്രമല്ല, ശാരീരികമായ മുറിവുകളും ശാരീരികമായ പീഡകളും യേശു ഏറ്റെടുത്ത് അവന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്തിലൂടെ മനുഷ്യർക്ക് പാപമോചനവും ദൈവവുമായുള്ള ഒരു സമാധാന സൗഖ്യവുമാണ് ദൈവപുത്രൻ നമ്മൾക്കായി നൽകിയിരിക്കുന്നത്.
ഇന്ന് ലോകം മുഴുവനും യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്തെക്കുറിച്ച് എല്ലാവരും സംസാരിച്ച് വേദനപ്പെടുന്നതും ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നതും വചനം വായിച്ച് വിശുദ്ധിയോടെ കഴിയുന്ന നാളുകളാണല്ലോ ഇത്. കൊളോഷ്യൻസ് 2:14 എഴുതപ്പെട്ടിരിക്കുന്നു, നമുക്ക് ദോഷകരമായി നിന്ന എല്ലാ ലിഖിത നിയമങ്ങളെ യേശു മായ്ച്ചു കളഞ്ഞു, കുരിശിൻ നടുവിൽ വെച്ചതിനെ തറച്ചു കളഞ്ഞു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എന്താണ് നമുക്ക് ദോഷകരമായി ലിഖിത നിയമങ്ങൾ ഇരിക്കുന്നത്? നമ്മൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, പാപം ചെയ്ത് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അതൊരു കുറ്റപത്രമായി നമ്മുടെ മുൻപിൽ അവശേഷിക്കുകയാണ്. നമ്മളെ പ്രാർത്ഥനയ്ക്ക് അതിന് ഉത്തരം വരത്തില്ല. കാരണം നമ്മുടെ പാവങ്ങൾ കാരണം ദൈവവും മനുഷ്യരും തമ്മിൽ അകന്നു പോയിരിക്കുന്നു. അപ്പം ദൈവം നമ്മൾക്ക് വിരോധമായി എഴുതപ്പെട്ടിരിക്കുന്ന, നമ്മളുടെ പാപങ്ങൾ മൂലം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞിരിക്കുന്ന ആ കുറ്റപത്രത്തെ യേശു കുരിശിൻ നടുവിൽ വെച്ച് അതിനെ തറച്ചു കളഞ്ഞെന്ന് എഴുതപ്പെട്ടിരിക്കുകയാണ്. യേശുവിന്റെ ക്രൂശിലെ രക്തത്താൽ അതിനെ നശിപ്പിച്ചു കളഞ്ഞു. സാത്താന്റെ തലയെ ദൈവം തകർത്ത് കളഞ്ഞു. യേശു സാത്താന്റെ തലയെ തകർത്ത് നമ്മൾക്ക് ജയം നൽകിയിരിക്കുന്നു. അങ്ങനെ നമ്മൾക്ക് വിരോധമായി നിൽക്കുന്ന അവന്റെ കുറ്റപത്രങ്ങൾ മുഴുവനും യേശു കുരിശിന്റെ നടുവിൽ വെച്ച് തറച്ചു കളഞ്ഞിരിക്കുന്നു. യേശു നമ്മുടെ പാവങ്ങളെ, നമ്മൾക്ക് വിരോധമായി നിന്ന എല്ലാ എഴുത്തുക്കളെ, നമ്മൾക്ക് വിരോധമായി നിന്ന അകൃത്യങ്ങളെ, നമ്മൾക്ക് വിരോധമായി നിന്ന എല്ലാവിധമായ പാവ ചങ്ങലകളെയും യേശുവിന്റെ രക്തത്താൽ നമ്മൾ കഴുകണമേ, യേശുവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യേശു നമ്മുടെ പാവങ്ങളെ ക്ഷമിക്കുകയും നമ്മുടെ അകൃത്യങ്ങൾ അവൻ കഴുകി നമ്മളെ ശുദ്ധീകരിച്ച് ഒരു വിശുദ്ധ ജാതിയായി ദൈവ മക്കളാക്കി ദൈവം മാറ്റാതെ ആരായാലും ജാതി മതങ്ങൾ അവിടെ ദൈവത്തിനില്ല. എല്ലാവരും അവന്റെ മക്കളാണ്. അത് ഏത് വ്യക്തി ദൈവത്തിന്റെ കൂടെ വന്നാലും ദൈവം അവരോട് ക്ഷമിച്ച് അവരുടെ പാവങ്ങളെ അവൻ ചുമലിൽ ഏറ്റുകൊണ്ട് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് പാവമില്ല, നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതായിട്ടേ ഉള്ളൂ. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് പരിപൂർണമായിട്ട് ഒരു മോചനം ഉണ്ടെന്ന് ദൈവവചനത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പം എല്ലാ കടപ്പത്രങ്ങളും യേശു എഴുതി തള്ളിയിരിക്കുകയാണ്. ക്രൂശിൻ നടുവിൽ വെച്ച് അതിനെ തറച്ചു കളഞ്ഞു. ഇനി അത് അതിനെ നമ്മൾക്ക് വിരോധമായി സാത്താനോ എടുക്കാൻ പറ്റില്ല. നമ്മൾ വചനം വായിക്കുന്നത് ഓരോ ദിവസവും. വചനം എന്തിനാ നമ്മൾ വായിക്കുന്നത്? നമ്മളെ ശുദ്ധീകരിച്ച് പരിശുദ്ധമാക്കി ചെയ്യാൻ കഴിയുന്നതും ചെയ്യാൻ പാടില്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയും മരണം കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുമെന്ന് എല്ലാ കാര്യങ്ങളും ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അത് വായിച്ചിട്ടാണ് ഓരോ മനുഷ്യനും വിശുദ്ധീകരിക്കുകയും ഇത് പാപമാണ്, ഇത് നന്മയല്ല, നമ്മൾക്ക് തിന്മയാണ് വരുത്തുന്നത്, നമ്മൾക്ക് തിരിച്ചറിവുണ്ടാകുന്നത് ദൈവവചനം വായിച്ചിട്ടാണ്. അപ്പം ദൈവം നമ്മളെ, നമ്മുടെ എല്ലാ പഴയ പാവങ്ങളെയും അവൻ ക്രൂശിൽ വെച്ച് നശിപ്പിച്ചു കളഞ്ഞു. ഇനി ആ പഴയ പാവങ്ങളെ യേശു ഓർക്കില്ല. അവന്റെ പക്കൽ വരിക. അവന്റെ പക്കൽ വരുമ്പോൾ നമ്മൾ ഏറ്റുപറയണം. നമ്മൾ ഏറ്റുപറയുമ്പോൾ അവന്റെ രക്തത്താൽ നമ്മൾക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ കടപ്പത്രങ്ങളെയും എല്ലാ എഴുത്തുക്കളെയും യേശു കുരിശിലെ രക്തത്താൽ അതിനെ മായ്ച്ചു കളയും. എബ്രായർ 9:28 പറയുന്നു, ക്രിസ്തു വളരെ പേരുടെ പാവങ്ങൾക്ക് വേണ്ടി ക്രിസ്തു വളരെ പേരുടെ പാവങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അവൻ ജീവനെ യാഗമായി നൽകി. എല്ലാവരും സകലരുടെയും പാവം, ഒരാളിന്റെ പാവം എന്നല്ല, ക്രിസ്ത്യാനികളുടെ പാവം അവിടെ എഴുതപ്പെട്ടിട്ടില്ല. ക്രിസ്തു വളരെ പേരുടെ പാവം, ലോകത്തിന്റെ പാവങ്ങൾ നമ്മൾ ഏശയ്യ 53 അധ്യായം എടുത്തു വെച്ച് വായിച്ചാൽ 53 അധ്യായം 1 മുതൽ താഴോട്ടുള്ള സകല വചനങ്ങളും യേശുവിന്റെ ക്രൂശിന്റെ വരുവാൻ പോകുന്ന ക്രൂശിലെ അനുഭവങ്ങളാണ് മുൻകൂർ ഏശയ്യ പ്രവാചകൻ വഴി അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. എല്ലാം എഴുതപ്പെട്ട കാര്യങ്ങളാണ് അവിടെ നിറവേറിയിരിക്കുന്നത്. ദൈവവചനമാണ് കാര്യങ്ങളെ നിറവേറ്റുന്നത്.
ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രോബ്ലങ്ങളും, യുദ്ധങ്ങൾ വരെ എഴുതപ്പെട്ട കാര്യങ്ങളാണ്. എഴുതപ്പെടാത്ത കാര്യങ്ങളില്ല. എഴുതപ്പെട്ട കാര്യങ്ങളെ പൂർത്തീകരിക്കുന്നവനാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് വചനം നിസ്സാരമായിട്ട് നിങ്ങൾ തള്ളിക്കളയാതെ വചനത്തിന്റെ ആഴങ്ങളും അർത്ഥങ്ങളും മനസ്സിലാക്കി കർത്താവിനോട് ഒരു വിശുദ്ധ ജീവിതം നമ്മൾക്ക് നയിക്കാം. കാരണം ക്രിസ്തു വളരെ പേരുടെ പാവങ്ങൾ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി, അപ്പം വളരെ പേരുടെ പാവങ്ങളെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രാവശ്യം അവൻ ജീവൻ അർപ്പിക്കപ്പെട്ടത്. ഇനി മറ്റൊരു ബലിയില്ല. ഏക ബലിയായിട്ട് ക്രിസ്തു തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. എബ്രിയർ 13-ാം അധ്യായത്തിൽ 12-ാം വചനം പറയുന്നു, സ്വന്തം രക്തത്തിലൂടെ ജനത്തെ വിശുദ്ധീകരിച്ച്, ജനത്തെ എന്നാണ് പറയുന്നത്, ക്രിസ്ത്യാനി എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. സ്വന്തം രക്തത്തിലൂടെ ജനത്തെ വിശുദ്ധീകരിച്ച് ക്രിസ്തു കവാടത്തിന് പുറത്തു വെച്ച് പീഡനമേറ്റു. ക്രിസ്തുവിനെ കവാടത്തിന് പുറത്ത് വെച്ചാണ് അവർ ക്രൂശിൽ തറച്ചത്. സ്വന്തം ദൈവ ജനത്തെ, അല്ലെങ്കിൽ സ്വന്തം രക്തത്തിലൂടെ ജനത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് യേശു കവാടത്തിന് പുറത്തു വെച്ച് അവൻ ക്രൂശിക്കപ്പെട്ടത്. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ക്രിസ്തുവിനെ, ദൈവപുത്രനെ, നമ്മൾ ഓരോ പാവം ചെയ്യുമ്പോഴും അവനെ നമ്മൾ തള്ളിക്കളയുകയാണ്. നമ്മൾ അവന്റെ ക്രൂശിലെ യാഗത്തെ നമ്മൾ ഓർക്കണം. അവൻ ദൈവമാണ്. ദൈവം തന്നെ തൻ്റെ പ്രാണനെ മനുഷ്യർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ എത്രമാത്രം മനുഷ്യരവൻ സ്നേഹിച്ചിരിക്കും, എത്രമാത്രം സ്നേഹിക്കും. നമ്മൾക്ക് വേണ്ടി ആരെങ്കിലും, നമ്മൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മൾക്ക് വേണ്ടി ജീവന ബലിയായി ഹോമിക്കുമോ? ഏതെങ്കിലും കാരണം കൊണ്ട് സാധ്യതയേ ഇല്ല. എബ്രയർ 10-ാം അധ്യായത്തിൽ 7-ാം വചനം പറയുന്നു, അവിടെ നിന്ന് അത് തുടർന്ന് പറയുകയാണ്, അവരുടെ എല്ലാ ദുഷ്പ്രവൃത്തികളെയും പാവങ്ങളെയും ഞാൻ ഇനി ഒരിക്കലും ഓർക്കുകയില്ല. മനുഷ്യന്റെ ദുഷ്പ്രവൃത്തികളും പാവങ്ങളും എല്ലാം മായ്ച്ചു കളയുവാനും നശിപ്പിക്കുവാനുമാണ് ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതും അവൻ സ്വന്തം ജീവനെ നമുക്കായി കൊടുത്ത ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയായിട്ട് നമ്മൾ ഇന്ന് ആരാധനകളും പ്രാർത്ഥനകളുമായിട്ട് കടന്നു പോകുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു ക്രൂശിൽ വിജയം വരിച്ചു. യേശു കുരിശ് ഒരു ശാപമാണ്, കുരിശ് ഒരു പരാജയമാണ്. എന്നാൽ ദൈവം അതിനെ തൊട്ടപ്പോൾ ക്രൂശ് ശാപമായത് അനുഗ്രഹമായി മാറി. യേശു അതിനെ തൊട്ടപ്പോൾ ശാപമായത് അനുഗ്രഹമായി, മോശമായത് നന്മയായി മാറി. ഇന്ന് ഓരോരുത്തരും, നമ്മുടെ ക്രിസ്ത്യാനികളായ പല മക്കളുടെയും കഴുത്തിലെ സ്വർണ്ണ ചെയിനുകളിലെല്ലാം ഒരു ക്രൂശ് കാണും. പലരുടെ വീട്ടിലും ക്രൂശുകളിരിക്കും. യേശുവിനെ അംഗീകരിച്ച പലരുടെ സിംബലായിട്ട് ആ കുരിശ് വെച്ചിരിക്കുകയാണ്. അന്ന് യഹൂദരുടെ കാലത്തിൽ ആ കുരിശ് ശാപമായിരുന്നു. ഇന്നതൊരു അനുഗ്രഹമായി നമ്മുടെ വീടുകളിലുണ്ട്. ചർച്ചിന്റെ പുൾപിറ്റുകളിൽ ക്രൂശിരിക്കുന്നു. ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റിയ ദൈവം നമ്മുടെ പാവങ്ങളെയും അവൻ ആ ക്രൂശിൽ വഹിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ സാത്താന്റെ വലയിൽ കണ്ണിയിലും പെടാതെ ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന്റെ സ്വഭാവ ഗുണങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പാവങ്ങളെ അറിയിക്കുക ചെയ്യേണ്ടതായിട്ടുണ്ട്. പാവം നമ്മുടെ മേൽ ഒരിക്കലും ഒരു ആളുക ചെയ്യാൻ പാടില്ല. നമ്മളെ മേൽക്കൊള്ളാൻ പാടില്ല. അതായത് നമ്മൾ ഒന്നിന്റെ ഒരു അടിമയായിട്ട് ഇരിക്കാൻ പാടില്ല.
ആരെങ്കിലും ഒന്നിന്റെ അടിമയായിരുന്നാൽ അവൻ അതിന്റെ അടിമയായിരിക്കും. ഇപ്പൊ സെല്ല് ഉപയോഗിച്ച് ദുരുപയോഗിച്ചുകൊണ്ടിരിക്കുന്നവര് ആ സെല്ലിന്റെ അടിമയാണ്. മദ്യപാനം കഴിച്ചുകൊണ്ടിരിക്കുക മദ്യപാനത്തിന്റെ അടിമകളാണ് അവര്. അടിമകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് പുറത്തോട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് അതിൽ നിന്നും നമ്മൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. നമ്മളെ പാവങ്ങൾ കർത്താവിനോട് പറയണം, യേശുവിനോട് പറയണം, കർത്താവെ ഞാൻ ഇങ്ങനത്തെ ഒരു അടിമത്തത്തിൽ ഇരിക്കുന്നു, ഇതിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ തീർച്ചയായും അടിമത്തത്തിൽ നിന്ന് ദൈവം മോചിപ്പിക്കും. നമ്മുടെ കുടുംബങ്ങളുടെ സുരക്ഷിതത്വം നമ്മൾ ഓരോ വ്യക്തികളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിന് വേണ്ടി നമ്മൾ ദൈവത്തോട് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിനെ സംരക്ഷിക്കുക മാത്രമല്ല, അവൻ നമ്മുടെ കുടുംബത്തിന്റെ അകൃത്യങ്ങളും പാവങ്ങളും എല്ലാം മാറ്റി സമാധാനപൂർവമായി കുടുംബാംഗങ്ങൾ എല്ലാവരും ഐക്യതയോടെ സമാധാനപൂർണമായിട്ടും ജീവിതം നയിക്കുവാൻ കഴിയും. അതാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. തിന്മയുടെ മേലും മരണത്തിന്റെ മേലും യേശു വിജയം വരിച്ചു. ക്രൂശിൽ അവൻ വിജയം ആഘോഷിച്ചു. ശത്രുവിനെ പരസ്യമായ അവഹേളന കോലമാക്കി യേശു മാറ്റി. യേശു കുരിശിൽ മരിച്ചു, ജയം നമ്മൾക്ക് നൽകി. ആ ജയം ഉയർത്തെഴുന്നേറ്റ് മാത്രമല്ല, നമുക്ക് രക്ഷ മാത്രമല്ല, നമ്മൾക്ക് നിത്യജീവൻ, നമുക്ക് പാപത്തിൽ നിന്ന് മോചനം, നമ്മൾക്ക് സമാധാനം, നമ്മുടെ കുടുംബങ്ങൾക്ക് സ്വസ്ഥത. ഇന്ന് ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ക്രിസ്തുവിന്റെ അടുത്തേക്ക് വരൂ, കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കും. നിന്റെ ഹൃദയത്തെ യേശുവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ സന്തതികളെയും മാറ്റുവാനും യേശുവിന് കഴിയും. അവൻ നിങ്ങളുടെ ശാപങ്ങളെ അനുഗ്രഹമാക്കും. ഏത് ശാപക്കെട്ടിലിരുന്നാൽ, ഏത് പാപം മുറുക്കി വെച്ചിരുന്നാലും, ചങ്ങല പോലെ വരഞ്ഞു വെച്ചിരുന്നാലും അതിനെയെല്ലാം പൊട്ടിച്ച് യേശുവിന്റെ രക്തം നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ആ രക്തത്തിന് പവറും ശക്തിയും അധികാരവും ഉണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. യേശുവിന്റെ ക്രൂശിലെ മരണം വഴി നമ്മൾക്ക് ജീവനും നമ്മൾക്ക് മോചനവും യേശു നൽകി. വഴിയും സത്യം ജീവനും യേശു ആണെന്നാണല്ലോ പറയുന്നത്. യേശു വഴിയാണ്, സത്യമാണ്, ജീവനാണ്. ആകാശത്തിന്റെ കീഴെ ക്രിസ്തുവിന്റെ നാമം, യേശു എന്ന നാമമല്ലാതെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ലോകത്തിൽ ഏതെല്ലാം ദൈവങ്ങളെന്ന് പറയുന്നത് ഇരിക്കുന്നു, എത്ര പ്രബലരായ ഭരണകർത്താക്കൾ ഇരിക്കുന്നു. നമ്മുടെ പാവങ്ങളെ മാറ്റുവാൻ ആർക്കെങ്കിലും കഴിയുമോ? നമ്മളെ രക്ഷിപ്പാനും നിത്യജീവൻ നൽകുവാനും സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകാൻ അവർക്ക് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. യേശുവിന് മാത്രമേ അത് കഴിയുള്ളൂ. നമ്മൾക്ക് വിജയം നൽകുന്നത് യേശുവാണ്. ക്രൂശിൽ നമ്മൾക്ക് കർത്താവ് ജയം നൽകി. ക്രൂശിൽ അവൻ ജയിച്ചു, നമ്മളും ജയിക്കും. ഹല്ലേലൂയ, നമ്മളും ജയിക്കും. കർത്താവ് ഒരിക്കലും നമ്മൾ അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരുത്തരെ അവൻ കൈവിടത്തില്ല. നമ്മളും ജയിച്ച് ക്രിസ്തുവിനോടുള്ള ഒരു ഐക്യ ജീവിതം നമ്മൾക്ക് നയിക്കുവാൻ കഴിയും. ക്രിസ്തുവാണ് ഏകസത്യ ദൈവം. ആ ദൈവത്തിൽ ആശ്രയിക്കാം. മറ്റൊരുവനും രക്ഷയില്ല. യേശുവിലാണ് രക്ഷയിരിക്കുന്നത്. അവന്റെ രക്ഷയിലേക്ക് നമ്മൾ ഓടി മറയാം. അവന്റെ മുറിവുകളിൽ നമ്മൾ കണയാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുക, ആശ്വസിപ്പിക്കുക. ഏത് പ്രതിബന്ധങ്ങളിലും പ്രതികൂലത്തിലിരുന്നാലും ക്രിസ്തു നമ്മൾക്ക് വേണ്ടി യാഗമായി മാറിയ അവന്റെ ക്രൂശിലെ രക്തം നമ്മളെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ
ഓരോ പ്രതികൂലങ്ങളും ഓർത്ത് നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾക്ക് കഴുകി നമ്മളെ വിശുദ്ധീകരിക്കാൻ പ്രിയപ്പെട്ടവരെ. നമ്മൾ ആരും, ഭൂമിയിലുള്ള ഒരു മനുഷ്യൻ കൂടെ വിശുദ്ധർ ആയി ആരുമില്ല, പാപം ചെയ്യാത്തവരായ ആരുമില്ല. പക്ഷെ അവന്റെ രക്തത്താൽ കഴുകപ്പെടുമ്പോഴാണ് നമ്മൾ പരിശുദ്ധരായി തീരുന്നത്. അവന്റെ രക്തത്താൽ കഴുകപ്പെട്ട് നമ്മുടെ പാപങ്ങളെ അവൻ ഏറ്റു പറയുമ്പോൾ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ശോധന ചെയ്യാം. ഈ നിമിഷത്തിൽ, ഈ ദുഃഖവെള്ളി എന്ന് പറഞ്ഞ ഈ ദിവസത്തിൽ നമ്മുടെ ഓരോ പാവങ്ങളെയും ചിന്തകളെയും, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ വായിലെ വാർത്തകളെ, നമ്മുടെ കണ്ണുകളെ എല്ലാം നമ്മൾ ശുദ്ധീകരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ നന്ദി, നന്ദി കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹാലേലൂയ. ഈ വീഡിയോ കാണുന്നവരും ഈ സൂമിൽ ഇരിക്കുന്ന എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമേ. എബ്രയർ 10, 19, 20 എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ നാഥ, ക്രിസ്തുവിന്റെ രക്തമൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് മനോധൈര്യമുണ്ട്. എന്നാൽ തന്റെ ശരീരമാകുന്ന വിരിയിലൂടെ യേശു നമുക്കായി ഒരു പുതിയ പാത തുറന്നു തന്നിരിക്കുന്നു. അവന്റെ ശരീരമാകുന്ന വിരിയിലൂടെ ക്രിസ്തു യേശു ഞങ്ങൾക്കൊരു പുതിയ പാത തുറന്നു തന്നിരിക്കുന്നു. കർത്താവെ, നിന്റെ സന്നിധിയിൽ വരുവാൻ ഞങ്ങൾക്കിപ്പോൾ കഴിയും കർത്താവെ. ഞങ്ങളുടെ പാവങ്ങളെ, ഞങ്ങളുടെ ചിന്തകളിൽ വന്ന പാവങ്ങൾ, ഞങ്ങളുടെ പ്രവൃത്തിയിൽ വന്ന പാവങ്ങൾ, ഹാലേലൂയ, ഞങ്ങളുടെ കണ്ണുകളിലുള്ള പാവങ്ങൾ, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള അഹന്തത എന്ന പാവം, ഞങ്ങളുടെ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന പാവങ്ങൾ കർത്താവെ, മനുഷ്യരുടെ മുൻപിൽ ഞങ്ങൾ കർത്താവെ അത് മറയ്ക്കപ്പെട്ടിരിക്കാം. എന്നാൽ സകലവും കാണുന്ന ആത്മനാഥനായ ദൈവത്തിന്റെ കൺകളിൽ നിന്ന് ഒന്നും മറയ്ക്കപ്പെട്ടിട്ടില്ല. ഈ കർത്താവെ, വിശുദ്ധമായ ദുഃഖവെള്ളിയാഴ്ചയുടെ അന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നു, ഞങ്ങളെ പരിശുദ്ധപ്പെടുത്തുന്നു. കർത്താവെ, തളിക്കപ്പെട്ട നിന്റെ രക്തത്താൽ ഞങ്ങളെ നീ കഴുകി ഞങ്ങളെ ശുദ്ധീകരിക്കണേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഓരോ വിചാരങ്ങളെയും ചിന്തകളെയും പ്രവൃത്തികളെയും ഞങ്ങളുടെ വായിൽ വരുന്ന വാക്കുകളെയും നീ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു കർത്താവെ. നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ മൂടി മറച്ചു കൊള്ളണമേ കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ അകത്തെ ഹൃദയത്തെ മാലിന്യത്തെ മുഴുവന് നീ കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുകയും ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും, ഞങ്ങളുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെയും, ഞങ്ങളുടെ ഓരോരുത്തരെയും നിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ മൂടി മറച്ചു കൊള്ളണമേ കർത്താവെ. നീ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന ദൈവമാകുന്നു. ഞങ്ങളുടെ അശുദ്ധമായ പ്രവൃത്തികളെ കഴുകണമേ കർത്താവെ. ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ നിന്നും ക്രിസ്തുവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിന്റെ നിലവിളി അറിയുന്ന ദൈവം, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന മുമ്പ് തന്നെ ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കുന്ന ദൈവം കർത്താവെ, ഞങ്ങളെ കഴുകി ഞങ്ങൾ വിശുദ്ധീകരിക്കുന്നു. ഞങ്ങളെ പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. ഈ പരിശുദ്ധമായ നാളിൽ ഞങ്ങൾക്ക് കർത്താവെ നിന്റെ സാന്നിധ്യം കൂടിയേ ആകൂ കർത്താവെ. ഈ അലങ്കോലമായിരിക്കുന്ന കർത്താവെ, ഈ ദേശത്തിൽ രാജ്യങ്ങൾ മുഴുവനും യുദ്ധഭീഷണിയിലും കർത്താവെ പാവത്തിലും തിന്മയിലും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങളെ നീ കഴുകി വിശുദ്ധീകരിക്കണം. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നീ നിന്റെ കാൽക്കൽ വയ്ക്കുന്നു നാഥ. നീ അനുഭവിച്ച പീഡ, നിന്റെ വേദന എല്ലാം നീ അറിയുന്നുണ്ടല്ലോ. ഞങ്ങളുടെ വേദന നീ മനസ്സിലാക്കുന്ന ദൈവം. കാരണം നീ അതിൽ കൂടെ കടന്നുപോയവനാകുന്നു. നീ ദുഃഖത്തിൽ കൂടെ കടന്നുപോയവനാകുന്നു. ഹല്ലേലൂയ. നീ മനുഷ്യനായിട്ടിരുന്ന ദൈവമാകുന്നു കർത്താവേ. മനുഷ്യന്റെ ബലഹീനത എന്തെന്ന് നിനക്കറിയാം. യേശു ക്രിസ്തുവിന്റെ നാമത്താൽ ഞങ്ങളുടെ എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആരെങ്കിലും രോഗിയായിട്ടുണ്ടെങ്കിൽ കർത്താവേ, നിന്റെ തഴമ്പുകളാൽ സൗഖ്യമാക്കട്ടെ. ഹൃദയത്തിന്റെ മുറിവുകളെല്ലാം നിന്റെ രക്തത്താൽ കഴുകി അവരെ സൗഖ്യമാക്കുകയും അവരെ പുതിയ സൃഷ്ടിയാക്കി മാറ്റുകയും ദൈവ പൈതലാക്കി മാറ്റുകയും ദൈവസമാധാനം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുഹൃദയത്തെ കർത്താവെ, നിന്റെ ഹൃദയം
തുറക്കപ്പെട്ട നിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകി ഇറങ്ങിയ ഓരോ തുള്ളി രക്തവും ഹാലേലൂയ, ഹാലേലൂയ, നിന്റെ രക്തം മുഴുവൻ ഈ ഭൂമിയിലെ മണ്ണിലേക്ക് ചിന്തി കർത്താവേ. ആ രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ പ്രവർത്തികളെയും ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ കർത്താവെ സകല കാര്യങ്ങളെയും നിന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങൾ പാവങ്ങളെല്ലാം നീ ക്ഷമിക്കണമേ. ക്രൂശിൽ നീ ജയിച്ചു കർത്താവേ. ക്രൂശിൽ ഞങ്ങൾക്ക് നീ വിജയം നൽകി കർത്താവേ. ക്രൂശ് ഞങ്ങൾക്ക് വിജയമാക്കി മാറ്റിയതിനായി സ്തോത്രം. ക്രൂശിന്റെ വിജയത്തെ ഞങ്ങൾ ആഘോഷിക്കുന്ന ഈ നിമിഷത്തിൽ കർത്താവെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമാധാനപൂർവ്വം ജീവിപ്പാനുള്ള എല്ലാ വാതിലും തുറന്നു തരണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നല്ല അനുഗ്രഹിക്കുക, അവർക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യണമേ. ഹാലേലുയ. സമാധാനത്തിന്റെ ദൈവം സാത്താനെ ഞങ്ങളുടെ കാൽക്കീഴിൽ തകർത്ത് കളയുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, ആമേൻ. God bless you.